വടകരക്കടുത്തുള്ള ചോറോട് പഞ്ചായത്തിലെ വൈക്കിലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ആദ്യം LP സ്കൂൾ വെള്ളികുളങ്ങര LP സ്കൂളിലാണ് എൻ്റെ ആദ്യത്തെ ഇത് 5ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പുറമേരി KR ഹൈസ്കൂൾ, കളത്തനാട് രാജാസ് ഹൈസ്കൂൾ, അവിടെയാണ് 10th ക്ലാസ് ഇതുവരെ ഞാൻ പഠിച്ചത്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഈ എന്താണ് ഈ സംഘടന ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ വരുന്നത്. ആ സമയം വിമോചന സമരമൊക്കെ കഴിഞ്ഞ ആ സമയത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഞാൻ ജനിച്ച സ്ഥലത്താണെങ്കിൽ വൈക്കിൽ ഇത് ഒഞ്ചിയത്തിനടുത്താണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഒഞ്ചിയം വെടിവെപ്പിൽ മരിച്ച 8 പേരിൽ ഒരാൾ, പാറോളതിൽ കണാരൻ. അപ്പോൾ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഈ കോൺഗ്രസിനെതിരായിട്ടും ഇതൊക്കെ ഇങ്ങനെ ഒഞ്ചിയെത്ത ഇവരെ വെടിവെച്ച് കൊന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു എല്ലാവരും കാണുന്നവരെ മുഴുവനും അത് ആ അന്തരീക്ഷത്തിലാണ്. അതെ, വിമോചന സമരകാലത്ത് ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് പുറമേരി സ്കൂളിൽ സമരമായിട്ടൊന്നുമല്ല, എന്നാലും ഇതായിട്ട് നിന്ന് ഒരു ദിവസം എന്നോട് അവിടുത്തെ ഇവർ പറഞ്ഞു, CK ചന്ദ്രപ്പൻ വരുന്നുണ്ട്, പ്രസംഗം കേൾക്കാൻ പോകണമെന്ന്. ഞങ്ങൾ നടന്നു. അവിടുന്ന് വടകര വലിയ പൊതുയോഗം ചന്ദ്രപ്പൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി. ചന്ദ്രപ്പൻ ആരാണെന്ന് നമുക്കറിയില്ല. അതാണ് എൻ്റെ ഒരു ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടാണ് വളർന്നത്. അതുകൊണ്ട് SF-ലൊക്കെ അന്ന് ഒന്നും മെമ്പർഷിപ്പൊന്നുമില്ല. എന്നാലും ചോദിച്ചാൽ ഞാനും SF ആണെന്ന് പറയും. പിന്നെ അതിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-8 കിലോമീറ്റർ അകലെയാണ് പുറമേരി ഹൈസ്കൂൾ. ഞങ്ങൾ നടന്നാണ് പോവുക, ബസ്സൊന്നുമല്ല, നടന്ന് പോകുന്ന ഒരു സെറ്റുണ്ട്, വലിയ സെറ്റ്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു താവളം എന്ന് പറയുന്നത് എടച്ചേരിയാണ്. എടച്ചേരി EV കുമാരൻ്റെ ചേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. അവിടെ നിൽക്കും. അവിടുന്ന് അവർ വെള്ളമൊക്കെ കുടിച്ച് അവിടെയാണ് രാഷ്ട്രീയ ചർച്ചകളൊക്കെ കേൾക്കാം. ആ സമയമാകുമ്പോഴേക്ക് പാർട്ടിയിലെ ഭിന്നിപ്പൊക്കെ നന്നാണ്. അപ്പോൾ കുറച്ച് പേര് CPI എന്നല്ല, ഇടതന്മാരും തമ്മിലുള്ള തർക്കമൊക്കെ എങ്ങനെ, അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ എന്താണെന്ന്. അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ 2 പാർട്ടികളായിട്ടൊക്കെ മാറിയിരിക്കുന്നതൊക്കെയുള്ള ഇതൊക്കെ അന്തരീക്ഷമൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് SLC കഴിഞ്ഞപ്പോൾ ഞാൻ മടപ്പള്ളി കോളേജിൽ ചേർന്നു. മടപ്പള്ളി കോളേജ് അവിടെ നിന്ന് നടന്നു പോകുന്ന വേറെ ഇതൊന്നുമില്ല. മടപ്പള്ളി കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ സംഘടനാ രംഗത്തേക്ക് വരുന്നത്. ഞാൻ AISF ആണ്. ഞങ്ങൾ വളരെ കുറച്ച് പേര്, AISF എന്ന് പറയുന്നത് അവിടെ വളരെ കുറച്ച് പേര്. പക്ഷേ എൻ്റെ അതിലേക്ക് ആകർഷിക്കാനുള്ള കാരണം 65-ലെ തെരഞ്ഞെടുപ്പിൽ വടകര മത്സരിച്ചത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് M കുമാരൻ മാസ്റ്റർ. പിന്നീട് അദ്ദേഹം MLA ഒക്കെ നിയമസഭയിലേക്കൊക്കെ വന്നു. എതിരായിട്ട് വന്ന് M കൃഷ്ണൻ, അദ്ദേഹവും അസംബ്ലിയിലൊക്കെ അംഗമായിരുന്നു പിന്നീട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്താണ് ഇത്, എൻ്റെ മനസ്സിൽ ഒരു മായാത്തൊരു ചിത്രമുണ്ട്. ഈ വെള്ളികുളങ്ങര എന്ന് പറയുന്ന അതുവഴിയാണ് ഞങ്ങൾ മടപ്പള്ളി കോളേജിലേക്കൊക്കെ പോകും. ഞങ്ങളുടെ ഒരു അങ്ങാടി എന്ന് പറയുന്നത് വെള്ളികുളങ്ങരയാണ് കേന്ദ്രം. ആ വെള്ളികുളങ്ങരയിൽ ഒരു ഒറ്റ തെങ്ങുണ്ട് ജംഗ്ഷനിൽ. ആ ഒറ്റ തെങ്ങിൽ ഒരു വലിയ ഇങ്ങനെ ചിത്രം വരച്ച് വെച്ച് ഉണ്ടായിരുന്നു. പപ്പൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്. അപ്പം അതിൽ എന്തെന്ന് പറഞ്ഞാൽ ഒഞ്ചിയെത്തി
വെടിയേറ്റ് കിടക്കുന്ന ആൾക്കാർ അവരിങ്ങനെ വെള്ളം വേണമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് വെള്ളം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃഷ്ണൻ അന്ന് ഈ ചെറുപയർ പട്ടാളെന്നാണ് പറയുക അവർ, ഈ ഇതിൻ്റെ ഒറ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റ കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ വളണ്ടിയേഴ്സാണ്. അവന് മൂത്രം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എൻ്റെ മനസ്സിലെന്തോ ഒരു ഈ കൃഷ്ണനാണല്ലോ ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി, അയാൾക്ക് എങ്ങനെയാണ് ഇതാകുക? അപ്പോൾ അന്ന് CPM-ഉം മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ SP ഒക്കെ ഒന്നിച്ച് നിൽക്കുകയാണ്, എതിർവശത്ത് CPI. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് അതിന് ഭേദം കുമാരൻ മാഷല്ലേ നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചോദിച്ച തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്, ആർക്കാണ് വോട്ട്? ഞാൻ പറഞ്ഞു ഒരു സംശയം വേണ്ട, കുമാരൻ മാഷ്, മഠത്തിലെ കുമാരൻ മാഷല്ലേ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആകെ ഏതായാലും ആ ബൂത്തിൽ 2 വോട്ടാണ് കുമാരൻ മാഷൊക്കെ കിട്ടിയത്. അത്ര ഇതായിരുന്നു, ആരുമില്ല അവിടെ, ബൂത്ത് ഏജൻറ്റും ഒന്നുമില്ല, പോളിംഗ് ഏജൻറ്റും ഒന്നുമില്ലാത്ത CPI ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു ആ മേഖല മുഴുവനും. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിൽ ചെന്നപ്പോൾ ഞാൻ എല്ലാവരോടും വീരവാദം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇതാണ് CPIക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ അവിടെ AISF ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ വന്ന് ഞാനതിൻ്റെ സജീവമായി. പിന്നെ അവിടുത്തെ ഇതിലൊക്കെ പങ്കെടുത്തു. ഇവിടെ 68 അപ്പോഴേക്ക് ഞാൻ കോളേജിൽ ഒരു സെക്കൻഡ് ഇയർ ആയപ്പം ഞാൻ പിന്നെ AISF-ൻ്റെ വളരെ സജീവമായി പ്രവർത്തിച്ചു. AISF-ൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും വേറെ അധികം പേരൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് കോളേജിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ഞങ്ങൾ സജീവമായിട്ട് ഇതിലുണ്ട് എന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് മടപ്പള്ളി കോളേജിൽ വളരെ പ്രസിദ്ധമായ ഒരു സമരം നടന്നു. കോളേജിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, കോളേജിൽ അധ്യാപകർ വേണ്ടത്രയില്ല, ലൈബ്രറി സൗകര്യമില്ല, ലൈബ്രറി സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പൊതുവായ ഇത് വെച്ചിട്ട് എല്ലാവരും ചേർന്നിട്ടുള്ളൊരു സമരം. KSUവിൻ്റെ CH ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ഹരിദാസും ഞാൻ പിന്നെ SF-ൻ്റെ KSF-ൻ്റെ പ്രതിനിധി, അങ്ങനെ 3 പേര്, അയാൾ പിന്നെ ഹരിദാസ് നായരുടെ പേര്, ഞങ്ങൾ 3 കൺവീനർമാരായി വലിയ സമരം നടത്തി. 2 മാസത്തിലേറെ നീണ്ട സമരം. ആ സമരത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മേലെ ഇത് എഴുതാൻ തുടങ്ങിയത്. ടാറ് വെച്ചിട്ട് ആവശ്യങ്ങൾ എഴുതി തുടങ്ങി. ബസ് എടുത്ത് ഇപ്പോൾ EMS ഭരണമാണ്, EMS ആണ്, കുട്ടികളടിക്കരുത്, അതുകൊണ്ട് ആ പോലീസ് നോക്കി നിൽക്കാന്നല്ലാതെ തല്ലില്ല. അവരിങ്ങനെ ഇത് പറയും, നിങ്ങൾ മാറി നിൽക്കണം, ബസ്സൊന്നും കേടാക്കരുതെന്നൊക്കെ നമ്മൾ ഉപദേശിക്കുക എന്നല്ലാതെ ഇതില്ല. അത് ആ സമരത്തിൽ ഞാനൊരു പിന്നെ നല്ല ഇതായിട്ട് വന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളൊരു ഇത് വന്നു. TV തോമസ്, വ്യവസായ മന്ത്രി TV തോമസ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നു, അതുവഴി വരുന്നു, കണ്ണൂരേക്ക് പോകുന്നു, ഏതൊരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ഇങ്ങനെ നാളെ എന്താ വേണ്ടതെന്നുള്ള ആലോചിച്ചപ്പോൾ ഇവർ CH ഹരിദാസൊക്കെ പറഞ്ഞ് ആ TV ഒന്ന് ഇവിടെ തടയണം. എന്താ അപ്പോൾ TV ഞാൻ പറഞ്ഞ് തടയണം, അങ്ങനെയാണെങ്കിൽ അച്ഛൻ നേരെ മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വരുംവരായികയെ പറ്റിയിട്ടൊന്നും അറിയാതെ ഈ കാറ് സ്പീഡിൽ വരിക, പോലീസ് എസ്കോർട്ടും ഒരു പോലീസ് ഇതുണ്ട്, വണ്ടിക്ക് മുമ്പിൽ ചാടി ബ്രേക്ക് ചെയ്ത്. അപ്പോൾ TV എനിക്കൊന്ന് ഉറക്കായിരിക്കും തോന്നുന്നു. അപ്പോൾ ഭയങ്കര ഞെട്ടി ഇങ്ങനെ വന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ ഭവ്യതയോട് കൂടിയിട്ട് ഞാനിങ്ങനെ AISF-ൻ്റെ ആളാണ്, ഇപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ കുട്ടികൾ സമരത്തിലാണ്, അപ്പോൾ ആ ആവശ്യങ്ങളൊന്ന് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെക്കണം, അതിന് നിങ്ങളെ പിന്തുണ വേണം. ഇങ്ങനെ ചൂടായിട്ട് ആരാ നിന്നോട് പിന്നെ
ഇത് പറഞ്ഞത്, എന്നെ തടയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഇങ്ങനെ പിന്നെ ഗ്ലാസ് പൊക്കി അവിടെ ഇരുന്നു. പക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു ചലനവും ഇല്ല, ഇങ്ങനെ പിന്നെ മിണ്ടുന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഒരു വാശിയായി. കുട്ടികളൊക്കെ ഭയങ്കര മുദ്രാവാക്യമൊക്കെ വിളിക്കുകയാണ്. ഇത് പിന്നെ നല്ല ചൂടും ഇങ്ങനെ. അന്ന് എനിക്ക് തോന്നുന്നു കാറിലൊന്നും AC ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ആകെ വേർത്ത രോഷാകുലനായി ഇരിക്കുക. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്ത്, ഞാൻ ഒരു കടലാസിൽ പേപ്പർ വാങ്ങിച്ചിട്ട് അതിലെഴുതി മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥികളുടെ സമരം പ്രശ്നങ്ങൾ കേരള മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒപ്പിട്ട് തന്നാലേ നിങ്ങളെ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവസാനം ഗതി വേറെ മാർഗ്ഗമില്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒപ്പിട്ട് തന്നു. അപ്പോൾ അങ്ങനെ പോവുകയും ചെയ്തു. ഞങ്ങളത് വലിയ പിന്നെ ആഘോഷമാക്കി. പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വലിയ അന്ന് ഉണ്ടായിരുന്ന പിന്നെ അവിടെ വരുന്ന CPIയുടെ പത്രം നവജീവനാണ്. നവജീവനിലൊക്കെ വലിയ 1-ാം പേജിൽ വലിയ വാർത്തയായി. അപ്പോൾ എല്ലാം ഇത് CPI ഏറ്റെടുത്തു എന്നുള്ളൊരു മട്ടിലായി. പിന്നെ എനിക്കും ഒരു നല്ല മൈലേജ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ആ പ്രദേശത്തെ അറിയപ്പെടാനൊക്കെ തുടങ്ങുന്നത്. അതാണ് എൻ്റെ ഇത്. അത് കഴിഞ്ഞ് ഞാൻ BCom ആയിരുന്നു, എൻ്റെ കോമേഴ്സായിരുന്നു. കോമേഴ്സ് എക്സാം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ എന്നോട് കോഴിക്കോട്ട് ചെല്ലണം പറഞ്ഞ് പാർട്ടി ഓഫീസ്. ഞാൻ അന്ന് ജില്ലാ സെക്രട്ടറിയാണ്. AISFൻ്റെ വൈസ് പ്രസിഡൻറ്റും ജില്ലാ സെക്രട്ടറിയാണ്. ആൾ കുറവായതുകൊണ്ട് അങ്ങനെയാണ് അന്ന് സംഭവിക്കുക. അപ്പോൾ കുമാരൻ മാഷാണ് അന്ന് ജില്ലാ സെക്രട്ടറി. അപ്പോൾ ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല, നീ ഇവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യണം. SF-ൻ്റെ ചുമതല എടുത്ത് ജില്ല കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാക്കും. ശരി, എനിക്കിപ്പോൾ എന്തായാലും എന്താന്നുള്ള മട്ടിൽ ഞാൻ ശരിയാന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഫുൾ ടൈമേഴ്സിന് ഇതിനൊക്കെ നിൽക്കുന്നവർ കാശ് കൊടുക്കാനുള്ള വകുപ്പൊന്നുമില്ല, പാർട്ടിക്കും ഇല്ല, സംഘടനയ്ക്കും ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യും, നീ നവജീവനിൽ ചേര്, നവജീവനിൽ ഒരു ട്രെയിനി ആയിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇവിടെ നിൽക്കാനുള്ള കാശ് കിട്ടും. ശരി, അതിന് കുഴപ്പമില്ല. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ നവജീവനിൽ ചേർന്നു. നവജീവൻ എന്ന് പിന്നെ അന്നത്തെ മുണ്ടശ്ശേരി മാഷ് ആയിരുന്നു ആദ്യത്തെ പത്രാധിപര് തൃശ്ശൂർ. അത് കഴിഞ്ഞിട്ട് അത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന്, കാരണം ദേശാഭിമാനി മാർക്സിസ്റ്റുകാർ കൈയടക്കിയപ്പോൾ മലബാർ പ്രദേശത്തേക്ക്, മലബാറും തൃശ്ശൂർ മുതലുള്ള അങ്ങോട്ടേക്ക് CPIക്ക് ഒരു പത്രമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇടവ് നികത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നവജീവൻ തുടങ്ങിയത്, കോഴിക്കോട്ട് തുടങ്ങിയത്. ആദ്യം TKG നായരായിരുന്നു പത്രാധിപർ. TKG സാമ്പത്തിക പ്രയാസം തന്നെ, ഒരു പിടിച്ചു നിൽക്കാൻ കഴിയാതെ TKG അതിൽ നിന്ന് പോയി, അവിടുന്ന് മാറി മനോരമയിൽ ചേർന്നു. അപ്പോൾ ആണ് KK വാര്യർ തൃശ്ശൂർ പിന്നെ പത്രാധിപരായിട്ട് ചുമതലയെടുത്ത്. ഞാൻ ചെല്ലുമ്പോൾ KK വാര്യരാണ്, കീരൻ എന്ന് വിളിക്കുന്ന കീരനാണ് അവിടെ ഉള്ളത്. അപ്പോൾ കീരൻ ചോദിച്ചാൽ എന്താ, ഇപ്പം വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമുക്ക് പത്രം ഏതെങ്കിലും പിന്നെ പാർട്ടി ഓഫീസിലൊക്കെ പോകുമ്പോൾ പത്രം വായിക്കാമെന്നല്ലാതെ വേറെ ഒരു ബന്ധവുമില്ല. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ നമുക്ക് പത്രം വരുത്താനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഇതായിട്ടുള്ള അടുത്ത ഒരു ചായക്കട ഉണ്ട്, അവിടെ ചെന്നാൽ മാതൃഭൂമി പത്രം കിട്ടും. അപ്പോൾ എല്ലാ വാർത്തകളും അറിയാം, അതുമാത്രമാണ് പത്രമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഞാൻ കീരനോട് പറഞ്ഞ്, എനിക്ക് ഇതുമായിട്ടൊന്നും വേറെ ഒരു പത്രപ്രവർത്തനം എന്താണെന്ന് എനിക്കറിയില്ല, അതൊന്നും കുഴപ്പമില്ല, സ്വയം പഠിച്ചോളൂ, സംഘടനാ പ്രവർത്തനം നല്ല ധൈര്യം വേണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശരി. പിറ്റേ ദിവസം പിന്നെ മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തുടങ്ങാൻ പറഞ്ഞപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ തന്നെ, നവജീവൻ ഓഫീസ് തന്നെ താമസം. അപ്പം ഞാൻ മാത്രമല്ല, അന്ന് പിന്നെ TK വിജയരാഘവൻ PRD ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടൊക്കെ
പോയ ടി കെ വിജയരാഘവൻ, MT ദിവാകരൻ, ജനകീയത്തിൻ്റെ പിന്നീട് പത്രാധിപരായിരുന്ന ദിവാകരൻ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. കുഞ്ഞിരാമൻ കാരയാട് കവി, പിന്നെ ആളൂർ പ്രഭാകരൻ തുടങ്ങിയിട്ടുള്ള ഇവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുക. അപ്പോൾ അവിടെ തന്നെയാണ്. അതായത് പഴയ ഒരു ഇതാണ്, പിന്നെ നെയ്ത്ത് ശാലിയായിരുന്നു. ആ കെട്ടിടമാണ് ജനകീയത്തിൻ്റെ നവജീവൻ്റെ ഇതായിട്ട് മാറ്റിയത്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ളത്, പിന്നെ ഡെസ്ക് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ചുറ്റും. അപ്പം സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ വേറെ നല്ല മൂട്ടയൊക്കെ ഉണ്ടാവും. അപ്പം അതിന് കിടക്കാൻ നല്ല സൗകര്യമുള്ളത് എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് നല്ല ന്യൂസ് പ്രിൻ്റിൻ്റെ റോള് വരുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്ത് നല്ല മിനുസുള്ള ഇതായിരിക്കും. ഇപ്പോൾ മൂട്ട അതിൽ അങ്ങനെ കയറാൻ പറ്റില്ല. അതാണ് ഫുൾ ഫാൻ കൂട്ടിയിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുക. തലയണക്കൊക്കെ പത്രം ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ, അതടക്കം മടക്കി വെച്ച് അത് തലയണാക്കുക. അങ്ങനെയായിരുന്നു അത്. അപ്പം ഞാൻ അവിടെ പിന്നെ എങ്ങനെയാ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ, നമുക്ക് ഭക്ഷണമൊക്കെ വേണമല്ലോ, അത് കുഴപ്പമില്ല. 75 രൂപ എനിക്ക് ഒരു മാസത്തിൽ ഇവിടുന്ന് സ്റ്റൈപ്പൻഡ് കിട്ടും. ശരി, അങ്ങനെ 75 രൂപക്ക് തുടങ്ങിയതാണ്. അത് പിന്നെ ഭക്ഷണത്തിന് അത് മതി, കാരണം താമസം ഫ്രീ അല്ലേ, പിന്നെ കാശൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതേ. അപ്പം അവിടെ താമസിക്കുന്ന നേരത്തുള്ള പലരും ഇങ്ങനെ പറയുക, ഈ ട്രെഡിൽ മെഷീൻ, അന്നത്തെ ആ ട്രെഡിൽ മെഷീൻ്റെ ശബ്ദം ഇങ്ങനെ പ്രിൻറ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉറക്കം വരണമെങ്കിൽ അത് വരണം എന്നുള്ളൊരു സാഹചര്യം സ്ഥിതി വന്നു ക്രമേണ. പിന്നെ ജോലി രാവിലെ എഴുന്നേറ്റ് 10 മണിക്ക് നമ്മൾ പിന്നെ അത്യാവശ്യമുള്ള ഇതൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞാൽ രാത്രി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല ജോലി കഴിഞ്ഞാൽ പ്രിൻറ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇത് മടക്കി വെക്കലാണ്. ഇത് 4 പേജിലായിട്ടാണ് വരിക. അത് മടക്കി ഇതാക്കുന്ന ഇതും നമ്മൾ ചെയ്യണം. അന്നത്തെ ഇത് അവർക്കൊരു വലിയ ആവേശമാണ്, അത്ര വേഗത്തിൽ ഇതാവുക. അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ നമ്മൾ പത്രം കൊണ്ടുപോകാൻ പോകണം. അവിടുന്ന് തൃശ്ശൂരാണ് നമ്മളൊരു മെയിൻ ഇത്, കൂടുതൽ പത്രം പോകുന്നത്. ആ തൃശ്ശൂരേക്ക് പോകുന്ന, തൃശ്ശൂരും പാലക്കാടിൻ്റെ കുറച്ച് ഭാഗത്തേക്കും പോകുന്ന ഇതെന്ന് പറയുന്നത് 11:30 അവിടുന്ന് വിടുന്ന തിരുവനന്തപുരം എക്സ്പ്രസ്സിലാണ് കയറ്റി അയക്കുന്നത്. പല ദിവസങ്ങളിലും ആ ട്രെയിൻ അങ്ങ് പോകും. നമ്മളിതൊക്കെ മടക്കി എടുത്ത് പിന്നെ ഈ വെള്ളയിൽ എന്ന് പറയുന്ന ജോസഫ് റോഡ്, അവിടുന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് പരമാവധി നമ്മൾ പല കളവും പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ വിളിച്ച് ഇങ്ങനെ ഇപ്പോൾ വരുമെത്തും എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമെങ്കിലും ചില ദിവസങ്ങളിൽ മിസ് ചെയ്യും. ആ മിസ് ചെയ്യുമ്പോൾ പിന്നെ ഉള്ളത് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സാണ്. 12:30 1 മണിക്കോ മറ്റുമാണ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. അതിൽ കയറ്റി വിടാൻ പോവും. പിന്നെ കയറ്റി കഴിഞ്ഞാൽ ഒരാൾ കൂടി പോകും. ഞാനായിരിക്കും മിക്കവാറും പോയി അത് ഷൊർണൂർ ഈ കെട്ടൊക്കെ ഇറക്കി ഇപ്പം നമ്മുടെ തന്നെ തലച്ചുമടായിട്ട് എടുത്ത് പിന്നെ ഒരു ടാക്സി സംഘടിപ്പിച്ച് തൃശ്ശൂർ എത്തിക്കും. അവിടുന്ന് പിന്നെ ഏതെങ്കിലും അന്ന് ഇഷ്ടം പോലെ ടെമ്പോ സർവീസ് ഉണ്ട് തൃശ്ശൂർ കോഴിക്കോട്. അതിൽ കയറി ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷായി വീണ്ടും ജോലി കയറും. ബൈ ഇലക്ഷൻ അന്ന് ആ സമയത്താണ് കുറേ പ്രസിദ്ധമായ മാടായി ബൈ ഇലക്ഷനൊക്കെ നടന്നത്. നമ്മുടെ MV രാഘവൻ്റെ തട്ടകത്തിൽ ഒരു വലിയ, ആ മലബാറിലെ ചരിത്രത്തിലൊരു വലിയ ഇതായിരുന്നു പിന്നെ മാടായി ബൈ ഇലക്ഷൻ. അത് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പിന്നെ CPM മാർക്സിസ്റ്റുകാരുടെ കോട്ടയാണ്, അവിടെ വോട്ടൊന്നും പിടിക്കാനൊന്നും കഴിയില്ല എന്നുള്ള മട്ടിൽ നിൽക്കുക. AKG ഒക്കെയാണ് ആ പിന്നെ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ പിന്നെ CPI ഇവിടുന്നൊക്കെ
ഇവിടുന്ന് വെളിയം ഭാർഗവൻ, പി ടി പുന്നൂസ് ഇങ്ങനെയുള്ള നേതാക്കന്മാർ, കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രമുഖ നേതാക്കന്മാരൊക്കെ തമ്പടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ പത്രമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ടാക്സിയിൽ ഞങ്ങൾ പത്രം അവിടെ കൊണ്ടു കൊടുക്കും, മാടായി വരെ ടാക്സിയിൽ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ആവേശമാണ്, കാരണം ഇവരെയൊക്കെ കാണാം, പിന്നെ അവരൊക്കെ എന്തെങ്കിലും വിശേഷമൊക്കെ പറയും, അതൊക്കെ കേൾക്കാനൊക്കെ ഉള്ളൊരു വലിയ താല്പര്യത്തോടു കൂടി തന്നെ പോവും. അപ്പോൾ അതാണ് അന്നത്തെ, കാരണം അതിന് ശേഷമുള്ള ഇതുമായിട്ടൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് ജോലിയും ചെയ്യും, പത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ജോലിയും മടികൂടാതെ ചെയ്യാനുള്ള ഒരു കരുത്ത്, അതാണ് അക്കാലത്ത്. അത് എനിക്ക് മാത്രമല്ല, മിക്കവാറും ആ സമയത്ത്. കാരണം ഇത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പത്രപ്രവർത്തനത്തെ കണ്ടത്. അല്ലാതെ നമ്മൾ പിന്നെ ജേർണലിസം കോഴ്സ് പാസ്സായിട്ട് അങ്ങനെയുള്ള അതല്ല. അനുഭവം ഇതാണ്. രാമനുണ്ണി ആണ്, ടി രാമനുണ്ണി, ദേശാഭിമാനിയിലെ ലേഖകനായിരുന്നു. ഇപ്പം അങ്ങനെയാണ് പിന്നെ പ്രധാന ആള്. പിന്നെ ഞാനും വേറൊരു ട്രെയിനി ആയിട്ടുള്ളൊരു കക്ഷിയുണ്ട്. അപ്പം അന്ന് പിന്നെ ഉണ്ണിയേട്ടനില്ല. ഉണ്ണിയേട്ടനാണ് സ്ഥിരമായിട്ട് ഇതിപ്പോൾ അവിടെ നാഗി ഫുട്ബോൾ നടക്കുക, ഫുട്ബോൾ ടൂർണമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ കീര എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇയാൾ പോയിട്ട് നാഗി ഫുട്ബോൾ കവർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഫുട്ബോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും, കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ പിന്നെ നാഗ്യ ഫുട്ബോൾ നടക്കുന്ന സമയമാണെങ്കിൽ കാണാറുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ അതൊന്നുമില്ല. അയാൾ നിങ്ങളതിൻ്റെ കീരം പറഞ്ഞ അതിൻ്റെ സാങ്കേതിക ഇതിലൊക്കെ ഒന്നും പോണ്ട. എന്താണ് ഒരാൾ കാണുന്ന നേരത്തെ ഫുട്ബോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത് അതുപോലെ എഴുതിയാൽ മതി. ശരി. അപ്പോൾ ഞാൻ പോയി പിന്നെ ക്ലാസ്സൊക്കെ എടുത്ത് എഴുതി പിന്നെ കൊണ്ടുവന്നപ്പോൾ ഡെസ്കിൽ കൊടുത്തപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന BR കേശവൻ പിന്നെ തുടങ്ങി വളരെ കുറച്ച് ഇതായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അപ്പം ചെറിയ ഇതൊക്കെ വേണ്ടി ഇതൊരു നല്ല ഇതാണ്, നീ ഇത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമ്മുടെ വായനക്കാർക്ക് ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ജനറൽ ഇത് വേറെ ഇതിലൊരു സ്പെഷ്യലൈസേഷനൊന്നുമില്ല. ഒരു ദിവസം ഇന്നേതാണ് പത്രസമ്മേളനത്തിന് പോകണമെന്ന് പറയും, ആരാന്ന് വെച്ചാൽ അതിന് പോവും, സമരത്തിൻ്റെ ഇതിന് പോകണമെന്ന്, അങ്ങനെ. അല്ലാതെ ഒരു സ്പെഷ്യലൈസേഷനും അന്ന് അതിലില്ല, ആളുമില്ല, അത്രേ വേണ്ടു. അപ്പോൾ അതിൻ്റെ പിന്നെ നമുക്ക് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നവർ ഒന്ന് KK വാര്യർ ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നു, നവജീവനിൽ, അതിനുശേഷമാണ് നവജീവനിലേക്കൊക്കെ വന്നത്. മലയാളത്തിൽ പിന്നെ നമ്മൾ കരിങ്കാലി, കരിഞ്ചന്ത തുടങ്ങിയിട്ടുള്ള വാക്കുകൾ മലയാളത്തിന് സംഭാവന ചെയ്തത് KK വാര്യരാണ്. EMS തന്നെ ഒരിക്കൽ എഴുതിയത് എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് KK വാര്യരാണ്. കാരണം തൃശ്ശൂർ പിന്നെ ഉള്ള ഏറ്റവും ഇതായിട്ടുള്ള ആളായിരുന്നു KK വാര്യർ. ഒന്ന് KK വാര്യർ, രണ്ട് KA കേരളീയൻ ഡെസ്കിലുണ്ടായിരുന്നു, കർഷക പ്രസ്ഥാനത്തിൻ്റെ പിന്നെ സമാരാധ്യ നേതാവ്, കേരള കർഷകനൊക്കെ തുടങ്ങിയത് കേരളീയനാണ്. അപ്പോൾ കേരളീയൻ നമ്മളോട് പിന്നെ ഒരു ജനറലായിട്ട് നമുക്ക് നൽകുന്ന ഒരു പിന്നെ അവിടെ പറയുന്നത്, നിങ്ങൾ പുതുതായിട്ട് വരുന്നവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ എന്തെഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ മുള്ളിക്കോടൻ രാമനിത് മനസ്സിലാകണം, മുള്ളിക്കോടൻ രാമന് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിക്കാവും എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയ ഇതൊന്നുമില്ലാത്ത പാണ്ഡിത്യമൊന്നും ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷ ഉപയോഗിക്കണം. അതാണ് കേരളീയൻ നമുക്കൊക്കെ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ നൽകുന്ന ഉപദേശം. മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന തിരുമേനി ചിത്രഭാനു നമ്പൂതിരിപ്പാട്, ഷൊർണൂരിൽ പ്രഭാതം തുടങ്ങുമ്പോൾ EMSൻ്റെ കൂടെ അതിൽ പ്രഭാതം തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടായിരുന്ന ആളാണ് ചിത്രഭാനു നമ്പൂതിരിപ്പാട്.
ഇങ്ങനെയുള്ള ഇവരാണ് അവിടെയുള്ള പഴയ ആൾക്കാർ. ഇത് പിന്നെ പിന്നെ വിജയരാഘവൻ, ദിവാകരൻ, ഇവരൊക്കെ ഞങ്ങൾ പുതിയ ആൾക്കാർ. ഇതാണ് അവിടെ. പിന്നെ വേറെ വർക്ക് ഡിവിഷനൊന്നുമില്ല. പരമാവധി വൈകിട്ടാകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോണ് വരും. ഫോണിൽ കൂടിയാണ് വാർത്താ ശേഖരണം. അപ്പോൾ അതൊക്കെ എഴുതിയെടുത്ത് പിന്നെ കൃത്യമായിട്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൂഫ് വായന എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട. പ്രൂഫിന് കുഞ്ഞിരാമൻ കാരയാട് ആളുപ്രഭാരനുമാണ് പ്രധാനം. പക്ഷേ അവർ മാത്രം മതിയാവില്ല. ആദ്യത്തെ ഒരു പ്രൂഫ്, രണ്ടാമത്തെ പ്രൂഫ്, പിന്നെ ഇത് കഴിഞ്ഞാലുണ്ടാകുന്ന പിന്നെ അക്ഷരത്തെറ്റുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൂഫ് വായനയും നമ്മൾ ചെയ്യണം. നമ്മൾ കൂടെ എഴുതിയ വാർത്തയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ തന്നെ പിന്നെ പ്രൂഫ് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ജോലി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ കൂടിയിട്ട് ജോലി തീരും. അത് കഴിഞ്ഞ് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയും. പിന്നെ സൊറയൊക്കെ പറഞ്ഞ് 70 നവജീവൻ്റെ സ്ഥാനത്ത് തന്നെ ജനയുഗം തുടങ്ങി. അതായത് കൊല്ലത്തിൻ്റെ ഒരു ഇതായിട്ട് ജനയുഗം തുടങ്ങണം എന്ന് പറഞ്ഞ് പാർട്ടി തീരുമാനമാണ്. ഈ നവജീവൻ നിർത്തിയിട്ട് അത് ജനയുഗമാക്കി കൺവേർട്ട് ചെയ്യും. അതേ സ്ഥലം, അതേ ഇത്, ആൾക്കാരൊക്കെ അത് തന്നെ. അങ്ങനെയാണ് ജനയുഗം തുടങ്ങിയത്. 1970 കോഴിക്കോട് എഡിഷൻ എന്നുള്ള നിലക്ക് തുടങ്ങുന്നത്. കുറച്ചുകൂടി പരസ്യമൊക്കെ കിട്ടാൻ, PRD എന്നൊക്കെ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നൊക്കെയുള്ള ധാരണയിലാണ് തുടങ്ങിയത് ജനയുഗം. അപ്പോൾ ജനയുഗം നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർച്ചയായതുകൊണ്ട് ജനയുഗം ആയി. കോഴിക്കോട് അത് കഴിഞ്ഞ് 72 അവിടെ കുറച്ച് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. വർക്കേഴ്സ് ഇത് കാരണം എല്ലാം കമ്പോസിറ്റേഴ്സും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മാനേജ്മെൻറ്റ് ഇവിടുന്ന് ചന്ദ്രശേഖരൻ നായരാണ് ഇവിടെ മാനേജിങ് എഡിറ്ററായിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രശേഖരൻ നായരൊക്കെ അവിടെ വന്നു. പിന്നെ അവരുമായിട്ട് സംസാരിച്ച്, അപ്പോൾ അവരാവശ്യം വളരെ ന്യായമാണ്. അപ്പം പാർട്ടി തീരുമാനിച്ചു തൽക്കാലം പിന്നെ കോഴിക്കോട് എഡിഷൻ കുറച്ച് ദിവസം നിർത്തുക, എന്നിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ കോഴിക്കോട് നിന്ന് MT ദിവാകരൻ, TK വിജയരാഘവൻ, ഞങ്ങൾ 3 പേരും കൊല്ലത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ കൊല്ലത്തേക്ക് വന്നു. 72 അവസാനമാണ് കൊല്ലത്ത് എൻ്റെ ഇത് തുടങ്ങുന്നത്. ഇതാണ് കൊല്ലത്ത് വന്നപ്പോഴാണ് കാമ്പിശ്ശേരിയാണ് പത്രാധിപർ. കാമ്പിശ്ശേരി, പിന്നെ ആര്യാട് ഗോപി, ഇഗ്നേഷ്യസ് കാക്കനാടൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇഗ്നേഷ്യസ് കാക്കനാടൻ, V ലക്ഷ്മണൻ, പഴയ പിന്നെ ഇതായിട്ടുള്ള V ലക്ഷ്മണൻ, പാറങ്കോട് ഗോപിനാഥൻ നായർ തുടങ്ങിയിട്ടുള്ള വിതുര ബേബി, ഇവരൊക്കെയാണ് കൊല്ലത്തെ CR രാമചന്ദ്രൻ, ഇവരൊക്കെയുള്ള കൊല്ലത്ത് പിന്നെ കുറച്ചുകൂടി നല്ല സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ക്വാർട്ടേഴ്സ് പോലെ ഒരു വീട് കൊല്ലത്ത് ഉണ്ടായിരുന്നു. ആ വീട് എന്ന് പറയുന്നത് അവിടുത്തെ പ്രമാണിയായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ്റെ രാഘവൻ മുതലാളിയുടെ വീടാണ്. ആ രാഘവൻ മുതലാളിയുടെ മകനാണ് ഇപ്പോൾ RS ബാബു, രണ്ടാമത്തെ മകൻ. അപ്പോൾ അന്ന് വളരെ കൊച്ചാണ് പിന്നെ ബാബു. ഞങ്ങളൊക്കെ താമസിക്കുന്നത് ചന്ദ്രശേഖരൻ നായരും എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത്. കുറച്ചുകൂടി സൗകര്യമുള്ള പിന്നെ ജീവിത സാഹചര്യം, സാമ്പത്തികമായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇതാണ്. 75 മാറി കുറച്ചുകൂടിയും പിന്നെ സാമ്പത്തികമായിട്ടുള്ളൊക്കെ സഹായമൊക്കെ ചെയ്യുന്ന ഇതാണ് അങ്ങനെ കൊല്ലത്ത് കൊല്ലം. അത് കഴിഞ്ഞ് ഒരു 73 ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പിന്നെ ഞാനൊക്കെ അങ്ങോട്ട് കോഴിക്കോടേക്ക് തന്നെ പോയി. കോഴിക്കോട് പത്രം ഇതായി. കോഴിക്കോട് 73 അവസാനമായപ്പോൾ ഞാൻ മോസ്കോയിലേക്ക് പോയി. പാർട്ടി തീരുമാനിച്ച് മോസ്കോയിൽ പിന്നെ അവിടെ ഒരു പാർട്ടി ക്ലാസ്സിന് പോകണം. അങ്ങനെ 73
ഞാൻ മോസ്കോ പാർട്ടി സ്കൂൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പിന്നെ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നാണ് അന്ന് അറിയപ്പെടുന്നത്. അവിടെ 3 മാസം 6 മാസം 1 വർഷം ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ടുള്ള കോഴ്സുകളാണ് നടക്കുന്നത്. മാർക്സിൻ ലെനിനിസത്തിൻ്റെയൊക്കെ പ്രാഥമിക ഇത് പകരുക, എങ്ങനെയാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലെയും മൂവ്മെൻ്റ് എങ്ങനെയാണ്, അതിനെപ്പറ്റിയിട്ടൊക്കെ ഒരു ഗ്രാഹ്യം ഉണ്ടാകും. പല രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ പ്രവർത്തകരാണ് അവിടെ പഠിക്കാൻ വരുന്നത്. പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുൾപ്പെടെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ 1 വർഷത്തെ കോഴ്സിന് ഉണ്ടായിരുന്ന, ഒന്ന് കൊല്ലത്തുണ്ടായിരുന്ന വി ജോർജും ഞാനുമാണ് മലയാളികൾ കേരളത്തിൽ നിന്ന്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കക്ഷി എന്ന് പറയുന്നത് ഡി രാജയാണ്. ഇപ്പോഴത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡി രാജയാണ് ഇത്. പിന്നെ ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ഇവരൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ 1 വർഷത്തെ ഗ്രൂപ്പിൻ്റെ ലീഡർ ഞാനായിരുന്നു. ലീഡർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ത്യൻ പാർട്ടിയായിട്ട് അവിടെ ഇന്ത്യൻ പാർട്ടിയുടെ ഒരു പിന്നെ ബ്രാഞ്ചൊക്കെ ഉണ്ട്. അവരുമായിട്ടുള്ള ലൈസൺ, അവരെന്തെങ്കിലും അങ്ങനെയുള്ള, പിന്നെ ഇവിടുന്ന് നേതാക്കന്മാർ വന്നാൽ അവരെ കാണുക. അപ്പോൾ അവർ ചില മെസ്സേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ലൈസൺ വർക്കാണ് ലീഡർ എന്നുള്ളതിലൊക്കെ. എന്നാലും അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടിയും പാർട്ടി ലീഡർഷിപ്പായിട്ട് കുറച്ചുകൂടി ബന്ധപ്പെടാനുള്ള ഒരവസരം കൈവന്നു. 1 വർഷം കഴിഞ്ഞു. പിന്നെ അവിടെ അപ്പോൾ ആ സമയത്ത് എന്നെ 3 മാസ കോഴ്സിന് വന്ന കേരളത്തിൽ നിന്ന് വന്നതെന്നാണ് പിന്നെ കെ വി സുരേന്ദ്രനാഥ്, കണിയാപുരം രാമചന്ദ്രൻ, ഇ പി ഗോപാലൻ, കെ പി പ്രഭാകരൻ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരൊക്കെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഞങ്ങൾ വളരെ ഇതായിട്ട് കഴിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് അവിടെ അച്യുതമേനോൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. അവിടെ ബർവിക സാനിറ്റോറിയം എന്ന് പറഞ്ഞിട്ടൊരു ഒരു വലിയ കാട്ടിൻ്റെ നടുവിലാണ് അത്. അവിടെ വന്ന് അപ്പോൾ അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ വരാൻ പറ്റില്ല. അവിടെ പ്രത്യേക പാർട്ടി ലീഡർഷിപ്പിൻ്റെ അനുമതിയൊക്കെ വേണം അവിടെ പോകാൻ. അപ്പം ഞങ്ങൾക്ക് നേരത്തെ ഈ ഇവിടുന്ന് പ്രത്യേക പാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അച്യുതമേനോ തന്നെ പറയും ഞങ്ങൾ പിന്നെ ഇടയ്ക്കൊന്നും അവിടെ വരണമെന്ന്. അപ്പോൾ ഇ പി ഗോപാലനും കണിയാപുരവും കെ പി പ്രഭാകരനൊക്കെ അച്യുതനെ കാണാൻ അവിടെ പോവും. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു നല്ല റെഡ് വൈനും ഇതൊക്കെ ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും സൽക്കരിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഭക്ഷണമൊക്കെ. അച്യുതൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കൂടെ നമ്മുടെ പുനലൂർ രാജനുണ്ടാവും. രാജൻ എന്ന അവിടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്. അവിടുത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ രാജനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് മനോഹരമായ ഫോട്ടോസൊക്കെ എടുത്ത് തരും. അച്യുതന് സന്തോഷം. പൊതുരാഷ്ട്രീയ വിവരങ്ങളൊക്കെ കേരളത്തിലെ സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. കാരണം വേറെ പത്രങ്ങളും പിന്നെ ചാനലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഇതായിരുന്നു ആ മോസ്കോ 1 കൊല്ലത്തെ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ പിന്നെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ലെനിൻഗ്രാഡ് സന്ദർശനം ഒരു മസ്റ്റാണ്. കാരണം പ്രസിദ്ധമായ റഷ്യൻ വിപ്ലവത്തിൻ്റെ തുടക്കം കുറിച്ച അറോറ കപ്പൽ അതേപടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. പിന്നെ അവരവിടെ നടത്തിയ പിന്നെ ഈ ലെനിൻഗ്രാഡ് ഉപരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കൊല്ലത്തോളം അവർ ജർമ്മൻ ഇവർ ഉപരോധിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ്, അതിൻ്റെയൊക്കെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും, എത്രയോ ലക്ഷം ആളുകൾ മരിച്ച ഇതാണ്, പട്ടിണി കിടന്ന് മരിച്ച. അപ്പോൾ അവരുടെ ഒരു ഇതൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് നമ്മളോട്. ഒന്നത്. 2 അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് പോയത് ഒരു 3 ആഴ്ചയോളം ഞങ്ങൾ കുർസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കുർസ്ക് എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ടാങ്ക് യുദ്ധം നടന്ന സ്ഥലമാണ് കുർസ്ക്. ഇപ്പോൾ ഈ പിന്നെ യുക്രൈൻകാർ
ആദ്യം കൈയടക്കാൻ വേണ്ടി കൈയടക്കി കുറച്ച് ദിവസങ്ങളിൽ ആഴ്ചകൾ അവരെ കയ്യിലായിരുന്നു. സോവിയറ്റ് യൂണിയൻ സോവിയറ്റുകാർ റഷ്യക്കാർ തിരിച്ചടിച്ചു. ഇപ്പോൾ റഷ്യ വീണ്ടും പിന്നെ മോചിപ്പിച്ചത്. അപ്പോൾ ആ കുർസ്ക്, അപ്പോൾ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഞാൻ പോയ സ്ഥലത്തിൻ്റെയൊക്കെ ചില പേരുകളൊക്കെ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കുർസ്ക് യുദ്ധം, കുർസ്ക് ഇതൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജനകീയത്തിൽ തന്നെ വന്നു. ജനകീയത്തിൽ വന്ന് പിന്നെ 75 74 അവസാനമാണ്. അപ്പോൾ അവിടെ 75 ഇവിടുന്ന് അന്ന് ബാലറാമാണ് പാർട്ടി സെക്രട്ടറി. ബാലറാമും PR നമ്പ്യാരും പിന്നെ എന്നോട് പറഞ്ഞു, നീ തിരുവനന്തപുരത്ത് വരണം, തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യണം. ശരി, എനിക്കിപ്പോൾ എവിടെ ആയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ്. അപ്പോൾ എന്താ ലോക മാർക്സിസ്റ്റ് റിവ്യൂ, വേൾഡ് മാർക്സിസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മൊത്തം ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്നൊരു, അപ്പോൾ അതിൻ്റെ ഒരു മലയാളം എഡിഷൻ കൊണ്ടുവരാൻ ഇവിടുന്ന് പ്രസിദ്ധീകരിക്കാൻ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യണം. അപ്പം പിന്നെ വേൾഡ് മാർക്സിസ്റ്റ് റിവ്യൂവിൽ വരുന്ന ലേഖനങ്ങളിൽ ഏറ്റവും ഇതായിട്ടുള്ള കേരളത്തിനും ഇന്ത്യക്കും പിന്നെ താല്പര്യം ഉണ്ടാകുന്ന ഭാഗങ്ങൾ, ലേഖനങ്ങൾ പിന്നെ നോക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല പുറത്ത് അധികം ഇതില്ലെങ്കിലും പാർട്ടിക്കാർക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്ന, ഏറ്റവും പ്രധാനം പല രാജ്യങ്ങളിലെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും, അറിയിക്കുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. ലോക മാർക്സിസ്റ്റ് റിവ്യൂ അതിൽ ചേർന്നു. അതിൻ്റെ പിന്നെ നമ്മുടെ തമ്പാനൂര് തന്നെയുള്ള പാർട്ടി ഓഫീസിൻ്റെ നേരെ മുമ്പിലുണ്ടായിരുന്ന കെട്ടിടത്തിലായിരുന്നു അത്. അന്ന് പിന്നെ ജനയുഗം അല്ല നവയുഗം പ്രസ് ആയിരുന്നു. നമ്മുടെ AIFനാണ് അന്നത്തെ അതിൻ്റെ മാനേജരായിട്ട് അവിടെ വർക്ക് ചെയ്തത്. അവിടെയാണ് പ്രിൻറ്റിങ്. അപ്പോൾ നമ്മളെപ്പോഴും മിക്കവാറും സമയവും അവിടെ ആയിരിക്കും, അയ്യപ്പൻ്റെ അടുത്തായിരിക്കും. ഞാൻ ജനയുഗത്തിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുതി കൊടുത്തു, എന്നെ AISF എന്ന് ഒഴിവാക്കണം, കാരണം ഇത് രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ അന്ന് വെളിയാണ് അതിൻ്റെ പിന്നെ വിദ്യാർത്ഥി യുവജനത്തിൻ്റെ ചുമതല. അപ്പോൾ വെളിയം പറഞ്ഞ എല്ലാവരും നോക്കാം, ഞാൻ പറഞ്ഞാൽ നടക്കില്ല, രണ്ടിനോടും ആത്മാർത്ഥത കാണിക്കാൻ കഴിയില്ല നമുക്ക്. പിന്നെ അതുകൊണ്ട് ഞാൻ എന്നെ ഏതിലെങ്കിലും ഒന്നിലേ പറ്റൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്നെ SF നിന്ന് വിട്ടു ഞാൻ ശരിക്ക്. കാരണം അവിടെ കമ്മിറ്റികളുടെ അടുത്തോ അല്ലെങ്കിൽ സമരത്തിലേക്ക് പോയി നിൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എന്നെ അതിൽ നിന്നൊഴി ഫലത്തിൽ ഞാൻ അതിൽ ഇല്ലാതായി. പത്രത്തിൽ തന്നെ കേന്ദ്രീകരിക്കണം എന്നാണ്, ഏതിലെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യണം. അതുമാത്രമേ നമുക്ക് അതിനൊരു പിന്നെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അന്നും ഇന്നുമുള്ള പിന്നെ ഇത് മനോഭാവം. അത് കഴിഞ്ഞ് പിന്നെ നവയുഗത്തിൻ്റെ അവിടെ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ, ലോക മാർക്സിസ്റ്റ് റിവ്യൂവിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രഭാതിൻ്റെ കുറേ അധികം പിന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ പരിഭാഷകൾ, സോവിയറ്റ് ബുക്സ് ഇഷ്ടം പോലെ വരുന്ന സമയമാണ്. അത് പരിഭാഷപ്പെടുത്തുക. അതിൻ്റെ പാർട്ടിയുടെ 50ാം വാർഷികം എന്ന് പറഞ്ഞ് പ്രമാണിച്ച് ഞങ്ങൾ ഒരു 3 ആഴ്ച കൊണ്ട് 50 ബുക്ക് ഇറക്കാനുള്ള അങ്ങനെ പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ, സമര പിന്നെ കേന്ദ്രങ്ങൾ, ഇതൊക്കെ പറ്റിയിട്ടുള്ള ലേഖനങ്ങളൊക്കെ എഴുതിക്കുക, അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക. ഒരു നല്ല വർക്കായിരുന്നു. നന്നായിട്ട് അത് പ്രയോജനം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും പിന്നെ
എവിടെയൊക്കെയാണ് ഈ രക്തസാക്ഷികൾ അവരെ ചരിത്രമൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്രഭാതിൻ്റെ പഴയ ഇതാണത്. അപ്പം അങ്ങനെയുള്ള പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാർട്ടി ക്ലാസ് പിന്നെ ക്ലാസ് എടുക്കാൻ പോകും. അത് പാർട്ടിയുടെ ഒരു വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിന്, ആ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി കൂടി എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേറ്റ് വൈഡായിട്ട് പാർട്ടി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് പോകും. അതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന എവിടെയൊക്കെ എന്തൊക്കെയാണ് ക്ലാസ് ഉണ്ടാക്കേണ്ടതെന്ന്, പിന്നെ അതിൻ്റെ മെറ്റീരിയൽ തയ്യാറാക്കൽ, വെറുതെ ക്ലാസ് എടുക്കലല്ല, ഓരോ സബ്ജക്റ്റും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ അനുബന്ധമായിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമ്മൾ തയ്യാറാക്കണം. ഇത്തരം ജോലികളൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജനകീയത്തിൻ്റെ പിഷാരടി ആയിരുന്നു തിരുവനന്തപുരത്ത്. പിഷാരടി ഒരു സംഭവമായിട്ട് നിൽക്കുന്ന സമയമാണ് പിഷാരടിയെ ഇടയ്ക്ക് വീട്ടിൽ പോകാറുണ്ട്, പിഷാരടിയെ കാണും. വളരെ പിന്നെ നല്ല ബന്ധമായിരുന്നു തുടക്കം മുതലേ എനിക്ക്. അല്ല, അത് കഴിഞ്ഞ് 78 അവസാനമായപ്പോൾ ഞാൻ വീണ്ടും പിന്നെ ജനകീയത്തിൽ കൊല്ലത്തേക്ക് തന്നെ വന്നു. കൊല്ലത്ത് പിന്നെ പാർട്ടി ആവശ്യപ്പെട്ടു, പിന്നെ ജനകീയ മാനേജ്മെൻറ്റും ആവശ്യപ്പെട്ടു. പിന്നെ അവിടെ വർക്ക് ചെയ്തായിരിക്കും കുറച്ചുകൂടി നല്ലത്, അവിടെ പുതിയ ആൾക്കാരൊക്കെ അല്ലേ, അവരെയൊക്കെ ട്രെയിൻ ചെയ്യാനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല്ലം ജനകീയത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പത്രപ്രവർത്തനം തന്നെ തുടങ്ങി. പിന്നെ ഒരു ഏകദേശം 2 കൊല്ലത്തോളം കഴിഞ്ഞപ്പോൾ 1980 അവർ എന്നെ കോഴിക്കോട് ജനകീയത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്ററായിട്ട് തീരുമാനിച്ചു. നേരെ വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെ വന്നു. അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിലിൽ അംഗമാവുകയും ചെയ്തു. ജനകീയം പത്രാധിപർ എന്നുള്ള നിലക്ക്, ജനകീയം കോഴിക്കോട് ഇതിൻ്റെ ചുമതലക്കാരൻ ഉള്ള നിലക്ക് ആ സ്റ്റേറ്റ് കൗൺസിൽ അംഗത്വം 2022 മറ്റോ പിന്നെ മലപ്പുറം സമ്മേളനം വരെ ഞാൻ സ്റ്റേറ്റ് കൗൺസിൽ അംഗമാണ് സ്ഥിരമായിട്ടുള്ള. അതിലിടയ്ക്ക് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലൊക്കെ ദീർഘകാലം ഒരു 10-12 കൊല്ലം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമായി. അതാണ് എൻ്റെ രാഷ്ട്രീയ ഇത്. പിന്നെ കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോഴുള്ള ബന്ധങ്ങൾ, പിന്നെ പഴയ ആൾക്കാർ ജനകീയ നവജീവനിലും ദേശാഭിമാനിലൊക്കെ ഉണ്ടായിട്ട് ജനകീയത്തിൽ പിന്നെ മനോരമയിലേക്ക് പോയ ഒരു വലിയ സെറ്റുണ്ട്. ഇപ്പോൾ നെടുങ്ങാടി, മണ്ണാലത്ത് ശ്രീധരൻ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, അങ്ങനെയുള്ള അവരെയൊക്കെ സ്ഥിരമായിട്ട് ഞാൻ പോവാം. അങ്ങനെയാണ് തോമസ് ജേക്കബായിട്ടൊക്കെ എനിക്ക് ബന്ധം വന്നത്. ഞാൻ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മനോരമയിൽ പോകും. ഇപ്പം പഴയ സൗഹൃദമൊക്കെ പോകുന്നു. തോമസ് ജേക്കബ് വന്ന് കോഴിക്കോട് വലിയ ഇതായിട്ട് ജനകീയ മനോരമയുടെ കോഴിക്കോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ആദ്യം മുതൽ തന്നെ ഞാൻ ആദ്യം പിന്നെ നവജീവൻ്റെ ലേഖകനായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യുന്ന നേരത്ത് ഉള്ള ബന്ധങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ചുമ്മാറാണ്, KR ചുമ്മാറാണ് മനോരമയുടെ പ്രതിനിധി. പിന്നെ L സുബ്രഹ്മണ്യം, LS എന്ന് പറഞ്ഞ PTIയുടെ, അരവിന്ദാക്ഷൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അരവിന്ദാക്ഷൻ, പിന്നെ മനോരമയിലൊക്കെ ഇവിടെ റെസിഡൻ്റ് എഡിറ്ററായിട്ടൊക്കെ വന്ന് ഇവരാണ്. അവർ അന്നത്തെ ഒരു ജയൻസ് എന്ന് പറയുന്നത് ഇവർ ഓരോ ക്യാരക്ടറാണ്. കാരണം പത്രസമ്മേളനങ്ങൾക്കൊക്കെ വന്നാൽ അവർ LS ഒന്നും എഴുതിയെടുക്കില്ല, ഒന്നും ഇങ്ങനെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട്
നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ LSNയെ വിളിക്കാം, എന്തായിരുന്നു അന്ന് പറഞ്ഞ്. അവർ മറുപടി എന്താ എല്ലാം കൃത്യമായിട്ട് പിന്നെ LSും അരവിന്ദാക്ഷനും പറയും. നല്ല പിന്നെ ഇതാണ് വലിയ പിന്നെ ചുമ്മാറൊക്കെ എന്നെ കൊണ്ട് ചില കുസൃതികളൊക്കെ ചെയ്യിക്കും. കാരണം നമുക്ക് വിവരവും ഇല്ല വിവേകവും ഇല്ലാത്ത ഒരു പ്രായമാണത്. എന്ത് വേണമെങ്കിലും ചോദിക്കും, ആരോട് വേണമെങ്കിൽ ചോദിക്കും എന്നുള്ള ഒരു മനോഭാവമായിരുന്നു. അപ്പോൾ EMS, CH കണാരൻ തുടങ്ങിയിട്ടുള്ള ഇവരോടൊക്കെ ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കും. അപ്പോൾ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ CH കണാരൻ പിന്നീട് അത് ഒരു പരാതിയായിട്ട് തന്നെ നമ്മുടെ ലീഡർഷിപ്പോട്, അതായത് PR നമ്പ്യാരോട് പറഞ്ഞു, ഏതായി ചെറുപ്പക്കാരൻ നിങ്ങൾ പിന്നെ അവനോട് കുറച്ചുകൂടി മര്യാദക്ക് ഇതാക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അവർ PR എന്നോട് ചോദിച്ചു, എന്താ ഇത് എനിക്ക് മനസ്സിലായില്ലേ ഇവരെ എന്താണ്, അല്ല കുറച്ചുകൂടി പഠിക്കണം, ഇവരൊക്കെ ആരായിരുന്നു, അവരെന്താണ് സംഭാവന ചെയ്തതെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ ഉപദേശിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു കോഴിക്കോട്ടെ ഒരു ഇത് പിന്നെ 69 കൂടിയിട്ട് പിന്നെ കോഴിക്കോട് ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറി. മുസ്ലിം ലീഗ്, ബാഫക്കി തങ്ങൾ അവരുടെ ഒരു കേന്ദ്രമായിട്ട് എല്ലാ ദിവസവും ബാഫക്കി ലീഗിൻ്റെ എന്തെങ്കിലും, അതായത് EMS ഗവൺമെൻറ്റിൻ്റെ പതനം ഏറെക്കുറെ ആയി ഒരു ബദൽ മുന്നണി വരുന്നു CPIയുടെ നേതൃത്വത്തിൽ എന്നുള്ള ഒരു അന്തരീക്ഷം വന്നപ്പോൾ പത്രങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോടായി. അതിലേറ്റവും പ്രധാനമായി പിന്നെ ബാഫക്കി തങ്ങൾ. ഞങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ ഒരു വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങളെ പോയി കാണും. ഉച്ചക്കാണ് പോവുക. തങ്ങളെ ഇവിടെ വലിയങ്ങാടിയിലുള്ള തങ്ങളുടെ അരിക്കച്ചവടം വലിയ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കും. ഞങ്ങൾക്ക് പിന്നെ കട്ടൻ ചായയൊക്കെ സംഘടിപ്പിച്ച് എല്ലാവർക്കും കൊടുക്കും. അപ്പം തങ്ങളുടെ ഒരു രീതി, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു വാർത്ത ചുമ്മാറോ ഇവരൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു വാർത്തയുടെ ഇത് അപ്പോൾ തങ്ങൾ പറയും, നോക്കട്ടെ 12:30 ആകാശവാണിയുടെ പ്രാദേശിക വാർത്ത, അപ്പോൾ അത് സുഖമായിട്ട് കേൾക്കും. എന്നിട്ട് തങ്ങൾ പറയും, അത് ഇതിൽ പറഞ്ഞില്ല കേട്ടോ, നമ്മളൊരു വാർത്ത ഇത് പറഞ്ഞല്ല, അത് ഇവർ പ്രാദേശിക വാർത്തയിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ അത് വിട്ടു. അപ്പോൾ അതാണ് തങ്ങളുടെ ഒരു, എനിക്ക് ആ സമയത്ത് ഉള്ള കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ നിർണായകമായ ഒരു ശക്തിയായിട്ട് ഉള്ളത് ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങളെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ ഇന്ന് വേണ്ടത്ര പരിഗണന ഇപ്പോഴത്തെ തലമുറ ബാഫക്കി തങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സ്വഭാവം, ബാഫക്കി തങ്ങളുടെ ഒരു സ്വഭാവം നമ്മുടെ പത്രക്കാരും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടുന്ന് വെളിയിൽ വന്നാൽ ഞാൻ ബാഫക്കി തങ്ങളെ കാണാൻ പോകുമ്പോൾ ഞാൻ കൂടെ പോവും. പിന്നെ PR നമ്പ്യാർ, ബാലറാം, ഇവരൊക്കെ തങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള പല സംഭവങ്ങളും ഞാൻ പിന്നെ ഇതായിട്ട് കൂടെ പോകുന്ന. അപ്പം തങ്ങൾക്കറിയാം ഇന്ന ആളാണ്, നവജീവനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് വെച്ചുകൊണ്ട് 70 പിന്നെ നമ്മുടെ മത്തായി മാഞ്ഞൂരൻ മരിച്ചു. 70 ജനുവരിയിലോ മറ്റാണ് മത്തായി മാഞ്ഞൂരൻ മരിക്കുന്നത്. രാത്രി 9 മണി കഴിഞ്ഞാണോ. അപ്പം ഞാൻ തങ്ങളെ വിളിച്ചു ഇങ്ങനെ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അയ്യോ അറിഞ്ഞില്ല, കഷ്ടമായിപ്പോയി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അപ്പോൾ
ആൾ മത്തായി മാഞ്ഞൂരം മരിച്ചു. അപ്പോൾ തങ്ങളുടെ ഒരു പ്രതികരണം എന്താ അങ്ങേരെ പറ്റിയിട്ടുള്ളത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. തങ്ങൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്നിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു, അമ്മക്ക് അയാളെയും മനസ്സിലായിട്ടില്ല, അയാൾക്കും നമ്മളെയും മനസ്സിലായിട്ടില്ല. അപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പറ്റിയിട്ട് ഇതല്ലേ പറയാ, നല്ലത് പറയണമെന്നല്ലേ, നല്ലത് മാത്രം പറയണമെന്നല്ലേ. അപ്പം അത് വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല, എൻ്റെ ഒരു കമൻറ്റും ഇല്ല. ഞാൻ പലരോടും പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും പിന്നെ അയാളെ പറ്റിയിട്ടുള്ള അപദാനങ്ങളെ പറ്റിയിട്ടല്ലേ പറയാം. പത്രക്കാരും അത് തന്നെയല്ലേ. അത്ര ഇതായിട്ടുള്ളതാണ് ബാഫക്കി തങ്ങൾ. നമ്മളൊരു കേരള രാഷ്ട്രീയത്തിലെ വളരെ ഇതായിട്ടുള്ള വേണ്ടത്ര പിന്നെ ഇപ്പോഴത്തെ കാലത്ത് തലമുറ പരിഗണിക്കാത്ത ഒരാളാണ്. തലമുറ എന്നല്ല, പത്രങ്ങളും തങ്ങളെ പറ്റിയിട്ട് അങ്ങനെയൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. കാരണം തങ്ങൾക്ക് ശേഷം പാണക്കാട് തങ്ങൾ ആയപ്പോൾ ഇതിൻ്റെയൊക്കെ കേന്ദ്രം പാണക്കാട് ഇതായി. തങ്ങളും CH പോയതോടുകൂടി കോഴിക്കോട് അതിൻ്റെ ഇതങ്ങ് മാറുകയും ചെയ്തു. ജനീകത്തിൽ നിന്ന് കോഴിക്കോട് ജനീകത്തിൽ നിന്ന് 86 അവസാനം ഞാൻ അവിടുന്ന് വിട്ടു. പിന്നെ കോഴിക്കോട് ജനകീയത്തിൽ നിന്ന് വിട്ടു. കാരണം വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് ഇതിൻ്റെ പ്രധാന കാര്യം അന്ന് സാമ്പത്തിക ഇത് തന്നെയാണ്. പത്രാധിപരും ഇതൊക്കെയാണെന്നൊക്കെ പറയാനും പിന്നെ പാർട്ടി വേജാണ് എനിക്ക്, പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന വേജ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് പരമാവധി എനിക്കന്ന് തന്നിരുന്നത്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ അതിൻ്റെ കുടുംബം, വാടക എല്ലാം കുട്ടിയായി. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായി എനിക്ക് വലിയ ഭാര്യയ്ക്ക് ജോലിയുമില്ല. അങ്ങനെയുള്ളൊരു വല്ലാത്ത പ്രയാസത്തിൽ പെട്ടപ്പോഴാണ് പിന്നെ അവൾക്ക് ഇവിടെ കേരള അഗ്രികൾച്ചർ കോളേജിൽ ഒരു പ്രോജക്റ്റിൽ ജോലി കിട്ടി. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ റെസിഡൻറ്റ് സ്ഥാനം ഒഴിഞ്ഞു. പിന്നെ വന്നപ്പോഴാണ് ബിനോയ് വിശ്വം അവിടെ പകരം വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് ജനകീയത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ട് തിരുവനന്തപുരത്തെ പത്രപ്രവർത്തനത്തില്ലേ. കാരണം നമ്മളൊരു വലിയ ഒരു സംഘം ഉണ്ടായിരുന്നു അന്ന്. ഒന്ന് ജി ശക്തിധരൻ, ദേശാഭിമാനിയിലെ ജി ശക്തിധരൻ, ഒരുപക്ഷെ പിന്നെ ഏറ്റവും നല്ല ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള അസാമാന്യമായ കഴിവുള്ള ആളാണ് ജി ശക്തിധരൻ. ഗൗരിദാസൻ നായർ അന്ന് ഹിന്ദുവിൻ്റെത്. പിന്നെ മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്ത അരുൺ, പിന്നെ ചന്ദ്രികയിലെ ഹസൻ, പിന്നെ ആൾ ഇവിടെയൊക്കെ കുവൈറ്റിലൊക്കെ പോയി, കുവൈറ്റ് ടൈംസിലൊക്കെ വർക്ക് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഒരു ഗാങ് അന്ന് ഈ ഇതുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഏത് വാർത്തയും. പിന്നെ ജോയ് ശാസ്താംപടിക്കൽ മനോരമയുടെ ജോയി ഞങ്ങളുടെ ഇതിലല്ലെങ്കിലും ജോയിയെ ദിവസവും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കക്ഷി ജോയി ശാസ്താംപടിക്കൽ മനോരമ. ആ സംഘം പിന്നെ നന്നായിട്ട് ഒരു പത്രപ്രവർത്തകൻ്റെ നിലയ്ക്കുള്ള നല്ല വർക്ക് നടത്തിയ സംഭവം അതായിരുന്നു. ഇത് നമ്മൾ പാർട്ടി ഇതിൻ്റെ വർക്കായിട്ടല്ലേ അന്നും കാണുന്നുള്ളൂ. ഞാൻ പാർട്ടി ഓഫീസിലാണ് സ്ഥിരമായിട്ടുണ്ടാകുക. അപ്പം അവിടുത്തെ പിന്നെ വർക്ക് ഇത് കഴിഞ്ഞാലുള്ള സമയമൊക്കെ നമ്മൾ പിന്നെ പാർട്ടി ഓഫീസിൻ്റെ പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങളല്ല, പ്രചരണത്തിൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഇത് എന്തായിരിക്കണം മോനെ, എന്തൊക്കെ കൊടുക്കണം, പിന്നെ എന്തൊക്കെ തയ്യാറാക്കണം എന്നൊക്കെയുള്ള അങ്ങനെ അത്തരം ജോലികളാണ് ഞാൻ
പിന്നെ പുറത്ത് കാണാത്ത തന്നെയുള്ള ജോലികൾ എമ്പാട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ആ സമയത്ത്. എലക്ഷൻ സമയത്തൊക്കെ ഇപ്പം ഞാൻ ഇവിടെ വന്ന ആ ജനകീയത്തിൽ ജോയിൻ ചെയ്ത ആ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം, 87 തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കുന്ന നേരത്തെ രാജേശ്വർ റാവു ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു, തിരുവനന്തപുരത്ത് കേരളത്തിൽ വന്നു. എല്ലാ ജില്ലകളിലും, ഇടുക്കിയും വയനാട് ഒഴിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാജേശ്വർ റാവു പിന്നെ ഇതായി. കൂടെ പോയത് ഞാനാണ്, ട്രാൻസ്ലേഷൻ ഞാനാണ്. അന്ന് ഒരുവിധം നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു ആളായിരുന്നു ഞാൻ എന്നാണ് എനിക്ക് മറ്റെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. മുഴുവൻ പിന്നെ ഓരോ മണ്ഡലത്തിലും പോയി നന്നായി പിന്നെ പ്രചരണം നടത്തിയ അനുഭവം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അപ്പോൾ രാജേശ്വർ റാവുവിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്, രീതി അനുസരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെയാണ് പാർട്ടികൾ, ആർക്കാണ് സ്വാധീനം, ഏറ്റവും നന്നായിട്ട് ഇവിടെയുള്ള പോരായ്മ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് പാർട്ടി ലീഡേഴ്സോട് പറയുകയും ചെയ്യും, ഇങ്ങനെയാണ് പിന്നെ ഇതാണ്. അങ്ങനെ ഒരു നല്ല പിന്നെ ഇതാണ് രാജേശ്വർ റാവുമായിട്ടുള്ള ആ ദിവസങ്ങളിൽ ഒരു 12 ദിവസം ഒന്നിച്ച് ഇതായി. രാജേശ്വർ റാവുവിൻ്റെ തെലുങ്കാന സമരത്തിൻ്റെ അനുഭവമൊക്കെ പറയാം, മനസ്സിലാക്കാനും. ആ ഒരു വലിയ മഹാൻ്റെ കൂടെ ഞാൻ പാർട്ടി ലീഡേഴ്സിൻ്റെ പലരുടെയും പ്രസംഗങ്ങൾ ഞാൻ ഇന്ദ്രജിത് ഗുപ്ത ഇവരൊക്കെ വന്നപ്പോഴൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജേശ്വർ റാവു ഈ അവസരം ഇത്രയും ദിവസം ഒന്നിച്ച് ഉള്ള ഒരു അനുഭവം പിന്നെ മറക്കാൻ കഴിയാത്ത ഒരു ഇതാണ്. SF-ൻ്റെ ഇതിലേക്ക് ഞാൻ വന്ന ആ സമയത്ത് പിന്നെ ആശാനായിരുന്നു ഇതിൻ്റെ ചുമതല. പിന്നെ ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നേരത്തൊക്കെ ആശാൻ അവിടെ വരുമ്പോഴൊക്കെ പിന്നെ ബന്ധപ്പെടും. പിന്നെ അങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ ഞാൻ 75 മുതലുണ്ടായിരുന്ന പാർട്ടി ഓഫീസിലാണ് ഞാൻ താമസം. വർക്കൊക്കെ പുറത്താണെങ്കിലും താമസിക്കുന്നത് പാർട്ടി ഓഫീസിലാണ്. അപ്പം പിന്നെ ആശാനുമായിട്ട് നിരന്തരമായിട്ടുള്ള ഇത് ഓരോ സംഭവങ്ങളും ചർച്ച ചെയ്യാനും എന്താണെന്ന് മനസ്സിലാക്കാനും നല്ല ഒരു പിന്നെ അവസരം കിട്ടി. ഞാൻ ആരാണെന്നുള്ള ആശാനും പിന്നെ ഒരു ധാരണ ആശാനുണ്ടായി. ഇപ്പോൾ ഓരോ ഇതിൽ സംഭവം, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആശാനൊരു പിന്നെ എന്തെങ്കിലും ഒരു സംഭവം വന്നപ്പോൾ സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയും. ഞാനൊന്ന് ഡ്രാഫ്റ്റ് പോയി തയ്യാറാക്കി വായിക്കുമ്പോൾ ആശാൻ പറഞ്ഞു, അതല്ല, അങ്ങനെയല്ല, അത് ഇന്ന കറക്ഷൻ വേണം. അപ്പോൾ അതിൽ എന്താണെന്നോ അതിനൊക്കെ മനസ്സിലാക്കാനുള്ള അന്നത്തെ UDF-ൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ളതാണെങ്കിൽ, കോൺഗ്രസ് മുന്നണിയുടെ ഇതാണെങ്കിൽ ആശാൻ പറയുന്നത് നമുക്ക് അവരുടെ ഇടയിലുള്ള പിന്നെ ഭിന്നിപ്പ് എന്താണ്, താല്പര്യങ്ങൾ എന്താണ്, അതിനെ പരമാവധി ഉപയോഗിക്കാൻ കഴിയണം നമുക്ക്. അതായിരിക്കണം. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ എല്ലാ കൗശലങ്ങളും ആശാൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ കാണാം അന്നത്തെ. അപ്പം അങ്ങനെ രൂപപ്പെടുത്തുന്നതിൽ എന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ആശാൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഒരു വ്യക്തിപരമായ താല്പര്യം എന്ന് പറഞ്ഞാൽ വേണം, ഇയാൾ നിൽക്കണം, ഇയാൾ പാർട്ടിക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ്, അല്ലാതെ വേറെ താല്പര്യങ്ങൾ അതല്ല. അങ്ങനെയുള്ളൊരു പിന്നെ എനിക്കും, കാരണം വ്യക്തിപരമായ വേറെ താല്പര്യങ്ങൾ ഇല്ലാത്ത നേതാവ്, അതാണ് എനിക്ക് ആശാനെ പറ്റിയിട്ടുള്ളത്. ഈ പാർട്ടിയുടെ ഇതല്ലാത്ത, ജനങ്ങളുടെ താല്പര്യമല്ലാതെ വേറെ ഒരു താല്പര്യവും ആശാൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണുള്ള പിന്നെ ഈ കാണുന്നവർക്കൊക്കെ തോന്നും വെളിയഭാഗവൻ്റെ
ഏറ്റവും അടുത്ത ഈ ശിഷ്യനോ അടുപ്പക്കാരന് അച്യുതനാണെന്നുള്ളൊരു ധാരണ പാർട്ടിക്കാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വെളിയത്തോട് പിന്നെ നേരിട്ട് എതിർക്കാനോ അല്ലെങ്കിൽ ഇതാക്കാൻ കഴിയാത്തവരൊക്കെ ആ ദേഷ്യം എന്നോട് തീർക്കുന്നുണ്ടാവും. സ്വാഭാവികമാണ്. നിയമസഭ റിപ്പോർട്ടിങ് നല്ല അതിൽ നമ്മൾ സാധാരണയുള്ള പ്രസംഗങ്ങൾ എന്നാൽ അതിൽ തന്നെ ഇപ്പോൾ കെ വി സുരേന്ദ്രനാഥ്, പി രവീന്ദ്രൻ തുടങ്ങിയിട്ടുള്ളവർ അവരാണ് ശരിക്കുള്ള പിന്നെ നല്ല സാമാജികന്മാരായിട്ട് എനിക്ക് തോന്നിയത്. ബഹളം വെക്കുന്നവരെ ഇപ്പോൾ വി കെ രാജനൊക്കെ അസംബ്ലിയിൽ ബഹളം വെക്കും, പക്ഷെ അതല്ലല്ലോ ഒരു നിയമസഭാ അംഗം എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് സുരേന്ദ്രനാഥും പി രവീന്ദ്രനും. അങ്ങനെയുള്ള പിന്നെ നല്ല ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ പാർട്ടി കേരളത്തിലെ പാർട്ടി ലീഡേഴ്സുമായിട്ട്, അതായത് എല്ലാ പാർട്ടികളുടെയും ലീഡേഴ്സുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ അസംബ്ലിയിൽ നിൽക്കും വന്നപ്പോൾ അതുമായിട്ടൊക്കെ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ആര്യാട് മുഹമ്മദ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ഉമ്മൻചാണ്ടിയൊക്കെ പേഴ്സണലായിട്ട് വളരെ ഇതായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു. വേറെ ഒന്നുമല്ല, നമ്മൾ അവരുടെ അടുത്തൊന്നും ഒരാവശ്യത്തിനും പോയിട്ടില്ല, പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള ബന്ധങ്ങൾ പാർട്ടി തീരുമാനം അനുസരിച്ചിട്ട് എന്നെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അതും ഒരു അപ്പം അതിന് അന്ന് പിന്നെ ഞാൻ ഈ വെളിയം ഭാർഗവനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാനെങ്ങനെ എന്താ പാശം പറഞ്ഞ ഇതൊരു അനുഭവമാണ്. കാരണം ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ജനയുഗം ഇത് മാത്രമല്ല, ഈ അനുഭവം കൂടി പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ അനുഭവം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കാണണം. അതാണ് ആശാൻ്റെ ഇത്. ഇപ്പം എനിക്ക് അസംബ്ലിയിലൊന്നും മത്സരിക്കാനുള്ള ഇതില്ല, ആ ജോലി എനിക്ക് വേണ്ടത്ര ഇതാകാനും കഴിയില്ല. അപ്പോൾ രാജ്യസഭയിലാകുമ്പോൾ ഭാഷയുടെ ഇംഗ്ലീഷ് അറിയാം, ഒരുവിധം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയല്ലോ, അത് മതി. അങ്ങനെ അതാണ് പ്രധാന പരിഗണന എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ തീരുമാനിച്ചത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു രാജയാണ് രാജ്യസഭയിലെ ഞങ്ങളുടെ നേതാവ്. വേറെ പിന്നെ നല്ല ഇതാണ്, ഒരു വളരെ സുഖമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വളരെ നല്ല ഇത്, മറ്റ് സൗകര്യങ്ങൾ സാധാരണ രാഷ്ട്രീയക്കാരെ ഇതാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഇതല്ല സംവിധാനമാണ് പാർലമെൻറ്റ്. പിന്നെ അന്നത്തെ ഇതെന്തെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവരുമായിട്ടും നല്ല ബന്ധമാണ്. ആൻ്റണി ഒക്കെ അസംബ്ലി രാജ്യസഭയിലുണ്ട്. ആൻ്റണി, പി ജെ കുര്യൻ തുടങ്ങിയിട്ടുള്ള ഇവരൊക്കെ ആയിട്ടൊക്കെ നേരത്തെ തന്നെ ഇതുണ്ട്. ആൻ്റണിയെ വളരെ നേരത്തെ തന്നെ എനിക്ക് നല്ല ബന്ധമാണ് വ്യക്തിപരമായിട്ട്. അപ്പം അതൊക്കെ ഇതിന് പ്രയോജനം ചെയ്തു. പിന്നെ ഒന്നുണ്ടായിരുന്നു, ലോക്സഭയിലുണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സീനിയറായിട്ട് മടപ്പള്ളി കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു മുല്ലപ്പള്ളിക്ക് എന്നോട് വളരെ എൻ്റെ കുടുംബ ഇതായിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും വരുന്നതാണ്. അപ്പം ആ ഈ സെറ്റൊക്കെ ഇതുണ്ട്. പിന്നെ ലീഗിൻ്റേതായിട്ട് പിന്നെ വന്നത് ഇ.ടി. മുഹമ്മദ് ബഷീറാണ്. ബഷീറും കോഴിക്കോട് നിന്നുള്ള നല്ല ബഷീർ മാവൂർ റയൻസിലെ തൊഴിലാളിയായിരുന്നപ്പോൾ അവിടുത്തെ തൊഴിലാളി സമര പിന്നെ സംഘടന നേതാവായിരുന്നപ്പോഴുള്ള ബന്ധമുണ്ട്. അപ്പം അങ്ങനെ ഒരു അപരിചിത്വം തോന്നിയില്ല. പിന്നെ അവിടെ ഒരു സംവിധാനം അവിടെ ഉണ്ട് പാർട്ടിക്ക്, പാർലമെൻ്ററി പാർട്ടി സഹായിക്കാനുള്ള. ഭൂപേഷ് ഗുപ്തയുടെയും ഒക്കെ കാലത്ത് ഉണ്ടായിരുന്ന അവരെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഇപ്പോഴും അയാളാണ് പിന്നെ പാർലമെൻ്ററി ഓഫീസ് സെക്രട്ടറി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറയാം അത് വേണോ, അത് വേണ്ട,
അത് ഒരു അങ്ങനെ നല്ല പാർട്ടി ബോധമുള്ള ഒരാൾ സഹായിക്കാനുമുണ്ട്. അത് അങ്ങനെ വലിയ സംഘർഷമൊന്നുമില്ലാത്ത ഇതായിരുന്നു. അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടുന്ന് വിട്ടിട്ടില്ല. ജനയുഗത്തിൻ്റെ പത്രാധിപ സ്ഥാനം ഞാൻ ഒഴിഞ്ഞിട്ടില്ല. അതിലിടയ്ക്ക് ഞാൻ ജനയുഗം 93 നിന്നുപോയി. അത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തി. അതാണ് 2007 വീണ്ടും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. പുനഃപ്രസിദ്ധീകരണം എന്നാണ് പറയുന്നതെങ്കിലും പുനഃപ്രസിദ്ധീകരണമല്ല, ശരിക്ക് പുതിയൊരു പത്രം തുടങ്ങുന്ന എല്ലാ അതിൻ്റെ വിഷമതകളും അനുഭവിക്കേണ്ടി വന്നു. കാരണം പണ്ട് DTPയും ഇതൊക്കെ ആയിരുന്നു. അതല്ല, പുതിയതായിട്ട് ഇത് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, പ്രിൻറ്റിങ് പിന്നെ വേറെ പ്രൈവറ്റ് പ്രസ്സിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നടത്തി. ഇതിൻ്റെ ജോലിക്കാരായിട്ട് ജോലി ചെയ്യാനുള്ള പത്രപ്രവർത്തകർ, ജനകീയത്തിനുള്ള പഴയ ആൾക്കാർ, കാരണം അത് വെച്ചിട്ട് ഇനി തുടങ്ങിയിട്ട് കാര്യമില്ല. പുതിയ ആളുകൾ വേണം, എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഈ ഇതിൽ. അങ്ങനെ അത് കുറേ ഒരു 1-2 മാസം എടുത്തു അങ്ങനെ ആളുകളെ കണ്ടുപിടിക്കാൻ. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും അതിൽ നിർണായകമായ പങ്ക് വഹിച്ചതും ഗൗരിദാസ് നായരാണ്. ഓരോ സ്ഥലത്തും ഇന്നയാളെ പറ്റും, അവർ നമുക്ക് പ്രയോജനപ്പെടുമെന്ന് കണ്ട് അവരെ വിളിച്ച് വരുത്തി സംസാരിച്ചു. അങ്ങനെ ആണ് ഒരു ടീമിനുണ്ടാക്കിയത്. ന്യൂസ് എഡിറ്ററായി ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഗൗരിയാണ്. ഗൗരിയുടെ സംഭാവന ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോയപ്പോഴും ഡൽഹിയിൽ നിന്ന് വാർത്തകൾ കൊടുക്കുക, ഞാൻ തന്നെ ഇതാക്കുക. ഇവിടെ വെള്ളിയാഴ്ച ഇത് കഴിഞ്ഞാൽ, പാർലമെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ ഇവിടെ എത്തും. രാത്രി 12 മണി വരെ വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആണ് പോവുക. അപ്പോൾ ആ ഒരു പഴയ എൻ്റെ ഒരു രീതിയുണ്ട്. ഞാൻ നവജീവനിൽ വർക്ക് ചെയ്തിട്ടുള്ള രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം. അന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതുവരെയുള്ള ഇതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കണം. ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് വേണമെന്ന് വിശ്വസിക്കുന്ന ഇപ്പോൾ ആണ് ഞാൻ. പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതിൻ്റെ എല്ലാ വശങ്ങളും വേണം. അങ്ങനെ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജനകീയത്തിൽ ചുമതല വഹിക്കുമ്പോൾ ഒരാളെയും ചുമതലപ്പെടുത്തില്ല. അങ്ങനെ ഞാനില്ല, നിങ്ങൾ നോക്കിക്കൊള്ളണം. അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ തൽക്കാലം ഇതാകാന്നല്ലാതെ സ്ഥിരമായിട്ട് രാവിലെ വന്ന് ഞാൻ പ്രസ് ക്ലബ്ബിൽ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വരാം, ആ പരിപാടി എനിക്ക് എൻ്റെ രീതിയല്ല അത്. ഞാൻ രാവിലെ ചെന്ന് എഡിറ്റോറിയലാണെങ്കിൽ എഡിറ്റോറിയൽ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മറ്റാരെങ്കിലും കൊണ്ട് എഴുതിക്കും. അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, സാങ്കേതിക അറിയാവുന്ന സബ്ജക്റ്റ് നോക്കിയിട്ട്. എങ്കിലും അത് രണ്ടാമത് ഞാൻ നോക്കാതെ ഞാൻ കൊടുക്കുകയില്ല. അപ്പം അതാണ് എൻ്റെ ഒരു രീതി. അത് ഒരു മോശമായിരിക്കാം, ആ ശീലം ഞാൻ ശീലിച്ചത് അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഇപ്പം നല്ല സ്ട്രെയിനാണ്. അവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെയും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടിടത്തിലും നീതി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആശാനോട് പറഞ്ഞു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ കാരണം നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇത് പഠിക്കാനും ഇതിനൊന്നും കഴിയുന്നില്ല.
അവിടെ ലൈബ്രറി ഉപയോഗിക്കാൻ വേണ്ടത്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആശാൻ പറഞ്ഞ് നോക്കാം. അങ്ങനെയാണ് 2012 ഞാൻ ഒഴിഞ്ഞു ബിനോയ് പത്രാധിപരായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ശേഷം കുറച്ചുകൂടി എനിക്ക് പിന്നെ താല്പര്യം. പിന്നെ പാർലമെൻറ്റിൽ മരക്കാരാവാത്ത ഒന്ന് ഇതായിട്ടുള്ളത് വാൾമാർട്ടിനെതിരായിട്ടുള്ള വാൾമാർട്ട് പിന്നെ അത് ഈ ചെറുകിട മേഖലയിലേക്ക് വ്യാപാര മേഖലയിലേക്ക് കടന്നു കയറുന്ന വാൾമാർട്ടിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചു. വാൾമാർട്ട് ചെറുകിട മേഖലയിലേക്ക് കടന്നിരിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടല്ലോ, അതിന് ഗവൺമെൻറ്റിൻ്റെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അന്ന് ആനന്ദ് ശർമ്മ അന്നത്തെ മന്ത്രി, അയാളെ മറുപടി ഇല്ല, അനുമതിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് എനിക്ക് അതിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. വാൾമാർട്ട് ഇന്ത്യയിലെ ഭാരതി എൻ്റർപ്രൈസസുമായിട്ട് ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും അനുമതിയില്ലാതെ ചെറുകിട വ്യവസായ മേഖലയിലേക്ക് ഈസി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശൃംഖല തുടങ്ങിയിരിക്കുന്നു. 500 കോടിയോളം രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ലോബിയിങ്ങിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ലോബിയിങ് മീൻസ് പിന്നെ കൈക്കൂലി കൊടുത്തിരിക്കുന്നു. ആർക്കൊക്കെയാണെന്നുള്ളതല്ല, ചിലവാക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വീണ്ടും കത്തെഴുതി, RBIക്ക് കത്തെഴുതി. അന്ന് മൻമോഹൻ സിംഗിന് വളരെ വിശദമായിട്ട് ഇത് കൊടുത്തു. ഇതൊക്കെയാണ് സംഭവം, ഇത് അന്വേഷിക്കണം, പിന്നെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അവർ മറുപടിയൊക്കെ കിട്ടി. അപ്പം അത് ഞാൻ പത്രങ്ങൾക്ക് കൊടുത്തു. പത്രങ്ങൾക്ക് കൊടുത്തപ്പോൾ അത് വലിയ സംഭവം. അതായത് ഇന്ത്യയിലേക്കാളേറെ അമേരിക്കയിലും പിന്നെ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അവിടുത്തെ സാമ്പത്തിക പ്രസിദ്ധീകരണങ്ങളിൽ, ഇക്കണോമിക് ഇതിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. വലിയ വാർത്ത വന്നു. പിന്നെ കുറേ ദിവസങ്ങളിൽ അതിൻ്റെ പ്രതികരണങ്ങളും ഇതൊക്കെ വന്നു. ഗവൺമെൻറ് പിന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു, RBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതെങ്ങനെ അവസാന ഫലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാൾമാർട്ടിൻ്റെ ഇന്ത്യയിലെ തലപ്പത്തുണ്ടായിരുന്ന നിരവധി പേരെ അവർ പിരിച്ചുവിട്ടു. അവർക്കൊക്കെ ജോലി പോയി. അവരെ ഒഴിവാക്കി. പിന്നെ അന്ന് കാരണം ഈ മേഖലയിലേക്ക് അവരെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് പ്രവേശനം ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും ഇതായിട്ടുള്ള വാൾമാർട്ടിനെതിരായിട്ടുള്ള ഒരു സമരം. അത് ഹിന്ദുവൊക്കെ വലിയ ഇതായിട്ട് മറ്റ് രാജ്യങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ക്രോഡീകരിച്ചിട്ട് അവർ നന്നായിട്ട് കൊടുക്കും. ഫ്രണ്ട് ലൈൻ വലിയൊരു ലേഖനങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കൊടുത്തു. എന്താണ് ഒറ്റയാൾ പോരാട്ടം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ മറ്റൊന്ന്, കേരളത്തിൽ നമുക്ക് ഇവിടെ ഈ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഗ്യാസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു ഇടക്കാലത്ത്. അപ്പോൾ അത് ഞാനത് അവിടെ പാർലമെൻറ്റിൽ ഉന്നയിച്ചു. അതിൽ വലിയ ബഹളമായി. പിന്നെ ഗവൺമെൻറ് അപ്പം തന്നെ പിൻവലിച്ചു. അങ്ങനെ ഒരിതില്ല, ആധാർ ഗ്യാസ് കിട്ടുന്നതിന് ഇതില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ പ്രാദേശികമായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ പ്രവാസി ഇവരുടെ ഇതിൻ്റെ ഫ്ലൈറ്റ് ചാർജിൻ്റെ പ്രവാസികളുടെ ഇഷ്യൂസ്, അത് സ്ഥിരം ഇതാണ്. അന്ന് ഞങ്ങൾക്കൊരു പ്രവാസി ഫെഡറേഷൻ ഉണ്ട്.
കേരള പ്രവാസി ഫെഡറേഷൻ, അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനായിരുന്നു. അപ്പോൾ അവരുടെ പല ഇഷ്യൂസും അങ്ങനെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കൊടുക്കും. ഇതൊക്കെ നന്നായിട്ട് ഇത് വന്നിരുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ കൂടെ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ എൻ്റെ കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത് ഒന്നിച്ചുണ്ടായിരുന്നെന്ന് പറയുന്നത് രാജീവാണ്, പി രാജീവാണ്. രാജീവ് ആ ടീമിലുണ്ടായിരുന്ന ഏറ്റവും നല്ല പത്രപ്രവർത്തക മെമ്പർ, പാർലമെൻറ്റ് അംഗം എന്ന് പറയുന്നത് രാജീവാണ്. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് അധ്വാനിക്കും, അത് നന്നായിട്ട് അവതരിപ്പിക്കും. രാജീവിന് അതിനുള്ളൊരു ഗുഡ് വിൽ നന്നായിട്ട് കിട്ടി. പിന്നെ ഈ പാർലമെൻറ്റിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഇവരുടെ പാർട്ടി അംഗങ്ങളുടെ അത് അവർക്കാണ് സമയം, പാർട്ടിക്കാണ് സമയം. അപ്പം അത് അന്ന് CPM നന്നായിട്ട്, കാരണം ബംഗാളിൽ നിന്നുള്ള നിരവധി അംഗങ്ങളുണ്ടായിരുന്നു, നല്ല ഇത് കിട്ടി. അതിൻ്റെ യെച്ചൂരിയാണ് അവരെ ലീഡറായിരുന്നത്. പക്ഷേ യെച്ചൂരി പലപ്പോഴും എല്ലാം രാജീവിനെ ഏൽപ്പിക്കും. രാജീവ് അതിൻ്റെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനായിരുന്നു രാജീവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലഗോപാൽ ഇവരൊക്കെ വന്നു. ഞാൻ കല്യാണം കഴിച്ചത് AISFൻ്റെ പിന്നെ സജീവ പ്രവർത്തകയായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. സുരേഷ് കുറുപ്പ് ചെയർമാനും എൻ്റെ ഭാര്യയായിരുന്നു വൈസ് ചെയർമാൻ. അത് മോഹനകുമാരി, മോഹനകുമാരി. അവർ പിന്നെ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആ ഇതിൽ കുടുംബത്തിലുള്ളതാണ്, കോട്ടവട്ടം കുടുംബത്തിലുള്ളതാണ്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ CPIയുടെ സജീവ പ്രവർത്തകനും 57 കൊട്ടാരക്കര താലൂക്ക് പാർട്ടിയുടെ കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റി അംഗമായിരുന്നു. വെളിയം ഭാർഗവൻ ഒക്കെ ആയിരുന്നു അന്ന് ആ താലൂക്ക് കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ ഇതിലേക്ക് വന്നത്, പിന്നെ AISFലേക്കൊക്കെ വന്ന് അത് കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി. എന്നാലും വളരെ പിന്നെ അതാണ്. ഞങ്ങൾക്കൊരു മകളാണുള്ളത്. മകള് ഇവിടെ മാറിവാന്യസിലായിരുന്നു ഇവിടെ നിന്ന് പഠിച്ച. അത് കഴിഞ്ഞിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈക്രോബയോളജിയിൽ ഇത് വന്നു. അവരിടയ്ക്ക് കല്യാണം കഴിച്ചപ്പോൾ അവൾ പിന്നെ കണ്ണൂർ ഇവിടെ കല്യാശ്ശേരിയിലുള്ള 5-ാം പീടിക എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആണ് പിന്നെ അവളുടെ ഭർത്താവ് നിതിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഇവിടെ ഓസ്ട്രേലിയയിൽ പഠിച്ചതാണ്. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ അവർ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ പിന്നെ ഇവർ രണ്ടുപേരും കൂടി അവിടെ പോയി, ഓസ്ട്രേലിയയിൽ പോയി. ഇപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പാണ് അവർ രണ്ടുപേരും. അവിടെ നല്ല ജോലിയാണ്, സാമാന്യ ഭേദപ്പെട്ട ഒരിതാണ്. സ്വന്തം വീടൊക്കെ വെച്ചു നല്ല ജീവിതമാണ്. ഞങ്ങളൊരു മിക്കവാറും വർഷങ്ങളിൽ അവരിവിടെ വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇങ്ങനെ കഴിയുന്നു. 2009 കല്യാണം കഴിഞ്ഞത്. ഞാൻ ഇവിടെ താമസിക്കുന്നത് പൊട്ടക്കുഴി എന്ന് പറയുന്നത് നമ്മുടെ വൈദ്യുത ഭവൻ്റെയൊക്കെ പുറകിലായിട്ട് വരുന്ന, അവിടെ ജീവൻ നഗർ എന്ന് പറഞ്ഞിട്ടൊരു കോളനിയുണ്ട്. അപ്പോൾ അത് പിന്നെ അവിടെ തന്നെ ഒരു 6 സെൻറ്റ് സ്ഥലം ഞാൻ അന്ന് വാങ്ങിച്ചു. അവിടെ ഒരു ബക്കർ മോഡൽ വീട് വെച്ചു. അങ്ങനെ